സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത. വിശദമായി അറിയാം. വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. അടുത്ത ആഴ്ചയിൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. ക്ഷേമ പെൻഷൻ അനുവദിച്ച വിവരം ധനമന്ത്രി ഫേസ്ബുക്ക് പേജിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം അടുത്ത സാമ്പത്തിക വർഷം മുതൽ, അതായത് ഏപ്രിൽ മുതലുള്ള പുതിയ സാമ്പത്തിക വർഷത്തിലായിരിക്കും ഗഡുക്കളായി വിതരണം ചെയ്യുക. 4800 രൂപയാണ് ഇനി കുടിശ്ശികയായി ലഭിക്കാനുള്ളത്. ഈ സാമ്പത്തിക വർഷം തന്നെ കുടിശ്ശിക തീർക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചിരുന്നു. അതേസമയം കേന്ദ്രവിഹിതം നൂറുകണക്കിന് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നില്ല. 2 മാസം മുതൽ 15 മാസം വരെയുള്ള തുക ലഭിക്കാനുള്ളവരുണ്ട്. 1600 പെൻഷനിൽ 200, 300, 500 എന്നിങ്ങനെയാണ് വിവിധ വിഭാഗങ്ങളിലെ കേന്ദ്രവിഹിതം. ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുന്നതിലെ പ്രശ്നമാണ് വിഹിതം മുടങ്ങാൻ കാരണമെന്നാണ് പെൻഷൻ വിതരണ ചുമതലയുള്ള DBT സെൽ അധികൃതരുടെ വിശദീകരണം. അതുപോലെ തന്നെ PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാം ഗഡുവിന്റെ വിതരണം തിങ്കളാഴ്ച 2 മണിക്ക് ആരംഭിക്കും. ഇതോടെ ഫെബ്രുവരി മാസം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും അതുപോലെ കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾക്കും കൂടി 3600 രൂപയാണ് ലഭിക്കുക. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.